ശ്രീ പാണ്ഡ്യാല ഷാജി, ദുർബലനാകുന്ന പിണറായിയെ തന്നെയാണോ ഇവിടെ കാണാൻ കഴിയുന്നത്? അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഈ കാണുമ്പോൾ വളരെ പ്രകോപനപരമെന്നോ പക്ഷേ പൊതുജനത്തിന് TV ചാനൽ ചർച്ച ചെയ്യുന്നതിന് വളരെ ആശാസ്യമായ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായ അർത്ഥത്തിൽ പറയാമെങ്കിലും ഇത് മറ്റൊരർത്ഥത്തിൽ വികസിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തുകൊണ്ട് കുറവാണെന്നതാണ് ചോദ്യം. ഇതിൽ പ്രധാനമായി വന്നിരിക്കുന്ന ഒരു വിഷയം ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന അൻവറിൻ്റെ ആവശ്യമാണ് ഒന്ന്. രണ്ടാമത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്ന P ശശിയെ അതിനകത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ രണ്ട് ആവശ്യങ്ങളുടെയും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതൊരിക്കലും രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. രാഷ്ട്രീയമേ അല്ലത്, മറിച്ച് വളരെ കൃത്യമായി വരുന്ന അധികാര തർക്കങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതൊരുപക്ഷെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള വലിയ തോതിലുണ്ടായിരിക്കുന്ന സ്വർണ്ണക്കടത്തുകൾ, മറ്റു രീതിയിലുണ്ടായിരിക്കുന്ന വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങൾക്കകത്ത് ഒരു പക്ഷത്തിനുണ്ടായിരിക്കുന്ന പ്രാമുഖ്യവും അതിനുണ്ടായിരിക്കുന്ന ആധിപത്യവും, അല്ലെങ്കിൽ അത് വളരെ അവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രമായി അത് വികസിപ്പിക്കാനുള്ള സാധ്യത ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് എവിടെയോ തടയപ്പെട്ടിട്ടുണ്ട്. ഈ തടയപ്പെട്ടതിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന വളരെ സ്വാഭാവികമായ പ്രതിഷേധമാണ് അൻവറിലൂടെ രൂപം കൊണ്ടത് എന്ന് നിരീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. അത് എന്തുകൊണ്ടാണ് എന്ന് കൂടി ഞാൻ പറയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അൻവർ ഉയർത്തുന്ന ഒരു വിഷയവും രാഷ്ട്രീയമേ അല്ല. ഈ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടിയുമായി എന്ത് വൈകാരികമായ ബന്ധമാണുള്ളത്? ഒരു വൈകാരിക ബന്ധവുമില്ല. എന്നാൽ ഇതിനകത്ത് വൈകാരിക ബന്ധം ഉണ്ട് എന്ന തോതിലുണ്ടായിരിക്കുന്ന ഒരു വിഷയം കടന്നു വിടുന്നത് എവിടെയാണ്? അത് P ജയരാജന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്. P ജയരാജൻ അതിശക്തനായ P ശശി വിരുദ്ധ ഒരു നിലപാടിൻ്റെ ആളാണ്. കാരണം P ശശിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഏറ്റവും ഷാർപ്പായ നിലപാട് കണ്ണൂർ DC-യിൽ എടുത്തതും അത് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതും P ജയരാജൻ ആയിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടത്. ഞാനന്നേരം പാർട്ടിയിൽ ഇല്ല, പക്ഷേ പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് വരുന്ന അധികാര ബന്ധങ്ങളിലുള്ള മാറ്റം ഈ സമ്മേളനത്തോട് രൂപം കൊള്ളുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്തേക്ക് P ശശി അവരോധിക്കപ്പെടുമെന്നും അതുവഴി ജയരാജന് ഇനി ഒരിക്കൽ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രായം കൊണ്ടുവരും വരാനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിലുള്ള സാധ്യത അടയപ്പെടുമ്പോൾ ഈ അധികാര കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടി സമ്പൂർണ്ണമായി എന്താ പറയുക അകപ്പെടുമെന്നുണ്ടായിരിക്കുന്ന ഒരു വിഭ്രാന്തിയുണ്ട്. ഈ വിഭ്രാന്തി പാർട്ടിക്കകത്ത് തന്നെ രൂപം കൊണ്ടിരുന്ന പലരുടെ പക്ഷത്തിൻ്റെയും പ്രതിധ്വനിയും കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ വിഷയം. രണ്ടാമതായി വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നടപടി ഒരിക്കൽ പോലും P ശശിക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല, അല്ല മാറ്റാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ADGP അജിത് കുമാറിനെ ചിലപ്പോൾ ഇയാൾ മാറ്റിയേക്കാം. ഏതുവരെ? അതും അന്വേഷണം നടക്കുന്ന ഘട്ടം വരെ, അത് പൂർത്തിയാക്കുന്ന ഘട്ടം വരെ മാറ്റി നിർത്താനുള്ള ഒരു അഭിപ്രായം ചിലപ്പോൾ രൂപം കൊണ്ടേക്കാം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, ഈ മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എന്താണെന്നറിയോ? തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ അയാൾ ആരെയും ബലി കൊടുക്കും. ഈ ബലി കൊടുത്തതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ബലിയാടാണ് ഒന്ന് സ്വപ്ന സുരേഷ്, മറ്റൊരു ബലിയാടാണ് ആരെന്ന് പറഞ്ഞാൽ പിന്നെ ശിവശങ്കരൻ. ഇങ്ങനെ അവരാരെയും എനിക്ക് അറിയില്ല എന്ന രീതിയിലേക്ക് ഇയാളെ മാറ്റുമ്പോൾ ഇയാൾ ഈ പാർട്ടിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ വളരെ വളരെ ഞാൻ ഇതുവരെ എവിടെയും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇന്നലെ മാത്രം ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞതുമായിരിക്കുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നതിന് മുൻപ് കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയാണ്. വൈദ്യുത സഹകരണ വകുപ്പ് മന്ത്രിയായ ഇദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. ഈ ഘട്ടത്തിലാണ് AKG സെന്ററിനകത്ത് നിന്ന് എൻ്റെ വളരെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇയാളിങ്ങനെ പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പോവുകയാണ്, പിന്നെ മന്ത്രി പദവി അയാൾ ഒഴിയും ഇപ്പോൾ എന്ന് പറയും. ഞാൻ സത്യത്തിൽ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചു, അല്ല അത് സംഭവിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അത് സംഭവിക്കാൻ പോവുകയാണ്, തീരുമാനം വന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഉടൻ തന്നെ എൻ്റെ ക്യാബിനകത്തുള്ള ഫോൺ എടുത്തിട്ട് അച്ഛനെ ഞാൻ പാണ്ഡ്യാല ഗോപാലൻ എൻ്റെ അച്ഛനെ ഞാൻ പിണറായിലേക്ക് വിളിക്കുകയാണ്. 3826 0490 3826 ഞാൻ വിളിച്ചു പറയുകയാണ് അച്ഛനെ. അച്ഛൻ ഞെട്ടിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, ബാബു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്, ബാബു നീ പറഞ്ഞത് ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് ഈ പറഞ്ഞിരിക്കുന്ന അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. നീ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ടായി പറഞ്ഞു, അത് പിന്നെ വളരെ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സഖാവിൻ്റെ PA ആയി ജോലി ചെയ്യുന്ന പിന്നെ അദ്ദേഹത്തെയാണ് വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഷോട് വിളിച്ചിട്ട് പറയണം
ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്നുകൊണ്ട് ആദ്യത്തെ കമൻ്റ് എന്താണെന്നറിയോ? ഇതുള്ളത് തന്നെയാണോ നീ പറയുന്നത് എന്നാണ് എന്നോട് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് പറഞ്ഞത് ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും. ഞാൻ ആവർത്തിക്കുകയാണ്, ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും. അത് മാത്രവുമല്ല, അയാളുടെ കഥയും കഴിക്കും. അയാളെന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അപ്രതിരോധ്യനായ പാർട്ടിക്കകത്തെ വില്ലാളി വീരനായിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘാടകനായിരുന്നില്ല സഖാവ് വി.എസ്. അയാളുടെ കഥയും കഴിക്കും. പാണ്ഡ്യാല പറഞ്ഞ ഒരു സംഭവത്തിനകത്ത് നിന്ന് ഒരു മുടിനാരിയുടെ കനത്തിൽ ഈ സംഭവം തെറ്റിയിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒട്ടനവധി സഖാക്കൾ ആ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ നിർവീര്യമാക്കപ്പെടുകയും നിരാലംബരാക്കപ്പെടുകയും ചെയ്യും. ഈ നിരാലംബരാക്കപ്പെട്ടവരുടെ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ എന്താവും? ഇയാളെ ഡീത്രോൺ ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത ഇപ്പോഴും അതിനകത്ത് രൂപം കൊണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ ഒരിക്കലും തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമല്ല, പാർട്ടി നന്നാവണമെന്ന താല്പര്യത്തിന്റെ മേലിലല്ല, മറിച്ച് സ്വർണ്ണ കച്ചവടത്തിന്റെയും അധികാര ബന്ധങ്ങളുടെയും ലൈംഗികതയുടെയും ആഘാതത്തിന്റെയും മേൽ മാത്രം നടക്കുന്ന കച്ചവടമാണ്.